നമ്മളിങ്ങനെ റോഡിൽ പെട്ട് നിൽക്കുക. നമ്മുടെ കാറാണ് ആ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇതാ കിടക്കുന്നത്. ഒരാവശ്യമുണ്ടായി പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാവശ്യമുണ്ടായി ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നമ്മുടെ കാറ് കിടക്കുമ്പോൾ യുകെയിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എന്താണ് പറ്റിയെന്ന് അറിയില്ല. കാർ എടുത്തപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. റണ്ണിങ്ങിൽ എൻ്റെ എല്ലാ വാണിംഗ് ലൈറ്റും ഓണായി. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സിഗ്നലിൽ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ സ്റ്റോപ്പ് ചെയ്താണ്. ഒരാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തപ്പോഴേക്കും കാർ ഓഫായി. പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല. കീത്തും ഉണ്ടായി കാറിൽ. കീത്തിനെ ട്രെയിനിങ്ങിന് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ കീത്തിനെ അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂബർ വിളിച്ചിട്ട് അവിടെ കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ എന്നാൽ എനെ വിളിച്ചിട്ട് കവറേജ് എടുക്കണം. ഞാൻ എപ്പോഴും എൻ്റെ പഴയ ഇൻസ്റ്റാ വീഡിയോസ് ഞാൻ പറയാറുണ്ട്, കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് അവേ നമ്മൾ കാറിൻ്റെ ബ്രേക്ക് ഡൗൺ ഇൻഷുറൻസ് കിട്ടുക. ഞാനിപ്പോൾ എയുടെ കവറേജിന് എടുത്താണ്. എനെ വിളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ളവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കവറേജ് കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എപ്പോൾ ഒന്നാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ അവർ കംപ്ലൈൻറ്റ് ഒന്നെങ്കിൽ റെഡിയാക്കി തരും, അല്ലെന്നുണ്ടെങ്കിൽ ടോ ചെയ്ത് അതിന് വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചു തരും. അല്ലാതെ ഇപ്പോൾ ഈ കവറേജ് ഇല്ലാണ്ട് ഞാനിപ്പോൾ ഈ കാറോടെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ടീമിന് വിളിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 150 ഉണ്ടെങ്കിലാവും. നാട്ടിൽ ഏകദേശം ഒരു 15,000 എങ്കിലും വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ മാത്രമായിട്ട്. ഇതാകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ എല്ലാവരും കാർ എടുക്കുന്നുണ്ടെങ്കിൽ ഈ കവറേജ് എന്താ എടുത്ത് വയ്ക്കാം. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ അവർ എത്തും എന്നാണ് എനിക്ക് ആപ്പിൽ കാണിക്കുന്നത്. നമ്മുടെ കാർ ഇതേ അവിടെ കിടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. അതായത് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെന്ന്. കാറിൽ ഇരിക്കരുത്. കാറിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും സേഫായിട്ട് നമ്മൾ മാറിയിരിക്കണം. അത് ഞാൻ പോലീസിനെ വിളിച്ചിങ്ങനെ പറഞ്ഞു ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അവർ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണോ, വേറെ കാറിന് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാണ്. വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കി പറഞ്ഞു. ഇതേപോലത്തെ ഒരു സാധനങ്ങളൊക്കെ പോവില്ല. ഞാൻ ബാക്കിൽ ഒരു സൈനൊക്കെ വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ആയ കറക്റ്റ് സെന്ററാണ് കേട്ടോ. പെടുമ്പോൾ ഇതേപോലെയൊക്കെ പെടണം. ഞാനിപ്പോൾ ഒരു ഏകദേശം 1 hour അവിടെ വെയിറ്റ് ചെയ്യണം. ആപ്പിൽ ഇങ്ങനെ ടൈം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണായിരുന്നു. ലേറ്റ് ആവും പറഞ്ഞിട്ട്. ഇപ്പോൾ ഫൈനലി എത്തിയിട്ടുണ്ട്. ഇതാണ് ഏര വാൻ. ഇവർ വന്നിട്ട് ചെക്ക് ചെയ്യും. ഇവർ വന്നിട്ട് എന്താണ് കംപ്ലൈൻറ്റ് ഉള്ളത് ചെക്ക് ചെയ്യും. ഇവർക്ക് ശരിയാക്കാൻ വേണമെങ്കിൽ ശരിയാക്കിയിട്ട് ഇവർക്ക് ശരിയാക്കാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ ഇവർ ടോ ചെയ്തിട്ട് അടുത്ത വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കും. ഇതാണ് ഒരു സർവീസ്. എന്തായാലും അവിടെ നമുക്ക് നോക്കട്ടെ എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ആയിത്തന്നെ പോകണ്ടെങ്കിൽ നടു റോട്ടിൽ പെട്ട് കിടക്കുന്നത്. ഈ കാറിന്റെ ബാക്കിലായിട്ട് നമ്മുടെ എൻ്റെ വാൻ ഉണ്ട്. അപ്പോൾ കാർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുക്കും. പണിപ്പാടുണ്ട്. വണ്ടി പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈശ്വര വെട്ടിന്റെ പണിയാന്ന് തോന്നുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഡ്രൈവ് ചെയ്യാൻ പറ്റി ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇതൊരു മലയാളിയുടെ വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇതേപോലെ ആക്കിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രാങ്ക് പുള്ളി എന്ന് പറഞ്ഞൊരു സാധനം കംപ്ലൈൻറ്റ്, അത് ഒടിഞ്ഞു പോകുന്നു. ഞാൻ ഒരു ബെൽറ്റിൻ്റെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായില്ലേ, ക്രാങ്ക് പുള്ളി അഴിക്കാനായിട്ട് ഇത് ഊരി കഴിഞ്ഞപ്പോൾ വേറെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പമ്പ് അതും പോയിട്ടുണ്ടായിരുന്നു. വാട്ടർ പമ്പ് എന്നാണ് പറഞ്ഞത് തോന്നുന്നു. വാട്ടർ പമ്പും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം നല്ല സമയമാണ് ഇപ്പോൾ. അത് രണ്ടും ഇപ്പോൾ മാറ്റാനായിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് വേറൊരു സാധനമൊക്കെ ഇതൊക്കെ ഇതിപ്പോൾ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ 2 സാധനങ്ങൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും വണ്ടിയാവുമ്പോൾ പണി വരും, കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ പണി എടുത്തിട്ട് അപ്പോൾ ഒരു പണി വരാറായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യേണ്ടി കാണാം. ഇതൊരു മലയാളീസിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. ലൂട്ടനിലാണ്. എല്ലാ വർക്കും ചെയ്യും. പിന്നെ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. ബോഡി വർക്കും പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്പർ വേണ്ടി ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം റെഡിയാവും. നമ്മൾ ഇവിടുന്ന് പോവും. ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഇനി എന്തായാലും വണ്ടി ഇടാനായിട്ട് കുറച്ച് ടൈം എടുക്കും, നമുക്ക് കുറച്ച് സംസാരിക്കാം. ഇതേപോലെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ പാനിക് ആവരുത്, ആരും പാനിക് ആവരുത്, കൂളായിട്ട് ഡീൽ ചെയ്യും. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കാന്ന് വിചാരിച്ചിട്ട് ഓഫ് ചെയ്ത് ഓണാവുന്നു. ഞങ്ങൾ അങ്ങോട്ട് മുഖത്തേക്ക് ചിരിക്കുക, ഞാൻ ബാക്കിലേക്ക് നോക്കിയിട്ട് നമ്മൾ നടപ്പിൽ ഉണ്ടാക്കിയ ഒരു സിനിമ ഡയലോഗ് നമ്മൾ ഇരിക്കേ. എന്നിട്ട് നമ്മൾ കാറിന് പുറത്തിറങ്ങി അവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്ത് അവിടെ പോയി. എൻ്റെ ഏക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് അത്രേ ഉണ്ടായുള്ളൂ. പറയുന്നതാണ്, ഒരു കാറൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ BM ഒന്നും എടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ പാർട്സിന് മാത്രം ഏകദേശം 700 ആയിട്ടുണ്ട്, അതായത് 700 സംതിങ് പൗണ്ട്സ് ആയിട്ടുണ്ട്. ഈ സെയിം സാധനം തന്നെ വേറെ വല്ല ഫോർഡാ വല്ല വേറെ മാരുതി അങ്ങനെയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ, മാരുതി അല്ല വേറെ ഏതെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറാണെന്നുണ്ടെങ്കിൽ ഒരു 250-300 മാക്സിമം നിൽക്കുന്ന പറഞ്ഞു. ആ ഒരു സാധനം 700 കിടക്കും. അപ്പൊ ആ ഒരു ഫണ്ടൊക്കെ ആവുന്ന ടൈമില് ഇങ്ങനത്തെ കാറിലൊക്കെ എടുക്കാൻ പാടുള്ളൂ. അതായത് വന്ന അപ്പൊ തന്നെ ഇങ്ങനത്തെ കാറൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടു. അതായത് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം തന്നെ ഇത്ര എമൗണ്ട് ഒക്കെ ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലോണും റെന്റും കാറിലൊക്കെ ഒരു വിട്ടു. ഇതൊന്ന് മനസ്സിലിരുന്നോട്ടെ. ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോയി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നെങ്കിലും ഒന്ന് മൈൻഡിലിരുന്നോട്ടെ. ഹെഡ്സപ്പ് പോലെ പറഞ്ഞാണ്. ഇതൊക്കെ സാധനങ്ങളാണ് മാറ്റി. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാറ് കിട്ടിയിട്ടുണ്ട്. എമൗണ്ട് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 700 റഫ് പറഞ്ഞാണ്ട് അത്രയൊക്കെ ആവുന്നു. ലേബറൊക്കെ അടക്കം എൻ്റെ 690 വാങ്ങിയിട്ടുള്ളൂ. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ മലയാളീസ് അല്ലെന്നുണ്ടെങ്കിൽ മലയാളീസൊക്കെ അവിടെ വർക്കിന് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റിനൊക്കെ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ വർക്ക്ഷോപ്പൊക്കെ നടത്തണോണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ട് അതുകൊണ്ട്. കാരണം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണവരൊക്കെ ചെറിയൊരു കംപ്ലൈൻറ്റ് വരെ അവർ പേ ചെയ്യണ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോകും. പെയിൻറ്റിങ്ങിന് വരെ ഒരു ഡോറ് പെയിൻറ്റ് ചെയ്യണേന് 3000 സംതിങ് പൗണ്ടൊക്കെയാണ് അവർ ഒരാൾ പേ ചെയ്തിട്ടൊക്കെയുണ്ട്. വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവരൊക്കെ ഉള്ള ഒരു ഹെൽപ്പാണ് ഇവിടെ. അപ്പൊ വർക്ക്ഷോപ്പിൽ നിന്ന് ഇതേ ഇറങ്ങുകയാണ്. ആർക്കെങ്കിലും ഇതേപോലെ വർക്കൊക്കെ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ലൂട്ടനിലാണ് അടുത്താണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് പോര്. സഫിൻ എന്നാണ് മെക്കാനിക്കിന്റെ പേര്, മലയാളിയാണ്. അപ്പോൾ ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് നേരെ കീത്തുനെ പിക്ക് ചെയ്യാൻ പോണം. ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സാധനമാണ് ഇത് വിട്ടുപോയത്. ഇത് നോക്കി, ഇത്ര വലിയ സാധനം വിട്ടുപോയത് അറിയുന്നു. എന്താ പറ്റിയെന്നറിയില്ല. അത് നോക്കി അവസ്ഥ. അതിന്റെ ചെറിയൊരു പൈസ ആയിട്ടുള്ളൂ ഗീത്തു. 700 പൗണ്ട്സ്. നാട്ടിൽ ഏകദേശം 70,000-80,000 രൂപ ഉണ്ടാവും ഇപ്പോഴത്തെ റേറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അല്ലേ. ഞാൻ കൊടുത്തരല്ല. കീത്ത് കൊടുക്കണം കേട്ടോ. ഡോറടക്കി അടച്ചോടാ. കീത്ത് കൊടുക്കണം ഇതിന്റെ പൈസ. ഹാഫ് 350 നീ 350 ഞാൻ 350 ഇട്. കൂട്ടി പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം ചെയ്യും ഗൈസ്. ഓക്കെ, ബൈ. വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. See you soon.